പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ബോധ്യൂസ് habitus, reflexivity and capital എന്ന വിഷയത്തെ വിവരിച്ചാണ്. ബോധ്യൂ അദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ്. He was an anthropologist, he was a philosopher, he was all the more a public intellectual. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാൻസിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. അവിടെ പിന്നീട് അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസത്തിനായി കോളേജ് ഡി ഫ്രാൻസിൽ വരുന്നു. അവിടെ അദ്ദേഹത്തിന് വലിയൊരു സൗഭാഗ്യം കിട്ടിയത് ലൂയി ആൽത്തൂസറോടൊപ്പം പഠിക്കാനായിട്ട്. ഹി കുഡ് വർക്ക് അലോങ് വിത്ത് സ്റ്റഡി അലോങ് വിത്ത് ലൂയി ആൽത്തൂസർ. നമുക്കറിയാലോ മാർക്സിസ്റ്റ് തിയറിസ്റ്റ് ആയ ആൽത്തൂസർ. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം ഒരു ടീച്ചർ ആകുന്നു കുറച്ചു കാലം. Then he had a small stint in military where he got a chance to participate in the French-Algerian war. അദ്ദേഹം യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അൾജീരിയയിലേക്ക് പോകേണ്ടതായി വന്നു. അവിടെ പോയി അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കുകയൊന്നും അല്ല ചെയ്തത്. അദ്ദേഹം അവിടെ he was basically a sociologist. He thoroughly conducted ethno-sociological research there. അവിടെ അൾജീരിയയിലുള്ള ചില പ്രത്യേക ജനവിഭാഗങ്ങൾ, കേബിൾ എന്നൊക്കെ പറയുന്ന കബീലിയ എന്ന് പറയുന്ന സ്ഥലത്ത് കേബിൾ ഭാഷ സംസാരിക്കുന്ന KABYLE കേബിൾ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ലൈഫിനെ കുറിച്ചും, അത് മാത്രമല്ല അതിനു മുമ്പ് അൾജീരിയൻ പ്രോളിറ്റേറിയൻ, ഹൗ അൾജീരിയൻ പെസൻട്രി ലിവ്ഡ്, how Algerian proletariat emerged in the course of the war എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരു he was more or less like a man who literally did research, not sitting in ivory tower. He was thoroughly an empiricist who believed that അദ്ദേഹം വിശ്വസിച്ചിരുന്നത് റിസർച്ച് ചെയ്യുന്നതിന്റെ ഒരു ഇത് അദ്ദേഹം എന്താ പറയുന്നത് റിസർച്ചിന്റെ ഭൗതിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആംചെയർ ഫിലോസഫറി ആയിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം നടന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എംപെറിസിസ്റ്റ് ആയിരുന്നു. നടന്ന് ഹി വാസ് വെരി യങ് ദെൻ. ആ സമയകാലഘട്ടത്തിൽ അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിരുന്നത് കൊണ്ടുകൂടി വളരെ ആർജവത്തോടെ ഈ ജനവിഭാഗങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി നടന്ന് റിസർച്ച് ചെയ്യാനൊക്കെ. ഞാൻ പറയുന്ന കാലഘട്ടം 1958, 62 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഹി വാസ് വെരി യങ് ദെൻ. അതിനുശേഷം പിന്നീട് അദ്ദേഹം തിരിച്ച് ഫ്രാൻസിലേക്ക് വരുന്നു. ഫ്രാൻസില് കോളേജ് ഡി ഫ്രാൻസില് ടീച്ചർ ആകുന്നു, ലെക്ചറർ ആകുന്നു, പ്രൊഫസർ ആകുന്നു. അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്നത് അതിന്റെ ഡയറക്ടർ ആയിട്ടാണ്. He in fact established a center for sociology of education there. ഇനി അദ്ദേഹം ഈ കാലയളവിൽ he wrote many works. He was a prolific writer. അപ്പോൾ അദ്ദേഹത്തിന്റെ ചില വർക്കുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. വർക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിലെ 1-2 പ്രധാന വർക്കുകൾ ഞാൻ ഇപ്പൊ പറയാണ്. ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന 1979 അദ്ദേഹം എഴുതിയ ഡിസ്റ്റിങ്ഷൻ, ആ ബുക്ക് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ സോഷ്യൽ ക്രിട്ടിക് ഓഫ് ദ ജഡ്ജ്മെന്റ് ഓഫ് ടേസ്റ്റ്. അതിനെക്കുറിച്ച്, ടേസ്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം നടത്തിയ ഒരു പഠനമാണത് ഡിസ്റ്റിങ്ഷൻ. എങ്ങനെയാണ് രുചി ഈ പവർ ഡൈനാമിക്സിലേക്ക് കടന്നു വരുന്നത്. വളരെ രസകരമായിട്ട് I have read that book. അത് രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ധാരാളം ഫീൽഡ് ഓഫ് കൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന് മറ്റൊരു പുസ്തകം അദ്ദേഹം എഴുതുകയുണ്ടായി. പിന്നെ ഔട്ട്ലൈൻ ഓഫ് ദ തിയറി ഓഫ് പ്രാക്ടീസ്. Then there is another book on culture, another book on television. അങ്ങനെ അപ്പൊ ഇതിൽ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചും നമ്മൾ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും. Okay, so Bourdieu contributed to the sociology of education, theory of sociology, sociology of aesthetics, and he influenced academic fields, diverse academic fields like anthropology, media studies, cultural studies, popular culture and arts, education, etc. And his primary area of concern was dynamics of power in society, how power transferred and how power is circulated in society.
How is it understood? How is it circulated in society? This was his primary concern. He was also concerned about the corporeal nature of social life. എന്താണ് ഈ corporeal nature of social life? പവർ ഡൈനാമിക്സിലാണ് ഇദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്ന ഒരു മേഖല എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആം ചെയർ ഫിലോസഫിയിൽ ഒതുങ്ങുന്ന ആ ഒരു തിയറിസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം. He was interested in the corporeal nature. Corporeal here refers to what you call the bodily, the mundane and the bodily nature of social life. So this was something unique about Bourdieu. And apart from that, this is something contrary to what was prevailing. This was something contrary to what was prevailing at that time in Western philosophy. What was in at that time was, reveling in idealism, idealist tradition, especially reveling in the theory of metaphysics and other abstractions. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരാൾ ഇറങ്ങി നടന്ന് എത്നിസിറ്റിയെ കുറിച്ചും എത്നോഗ്രാഫിയെ കുറിച്ചും ഒക്കെ ഇറങ്ങി നടന്ന് പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും ആർജവത്തോടെ നടന്ന് അതിനു വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹത്തെ he was primarily influenced by these three men here: Heidegger, Martin Heidegger, and Husserl. And Martin Heidegger, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, proponent of phenomenology, German by birth. And then Husserl was another phenomenologist. ഹൈഡഗറിന്റെ തിയറി ഫിനോമിനോളജിയിൽ ഊന്നിയാണല്ലോ പിന്നെ അസ്തിത്വവാദമൊക്കെ വരുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരും ഇദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പോറിയൽ നേച്ചർ ഓഫ് സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ സാമൂഹിക അല്ലെങ്കിൽ സോഷ്യൽ അനാലിസിസിന് ആ ഒരു കോർപ്പോറിയൽ ഭാഗം വരുന്നത് ഈ രണ്ടു പേരിൽ നിന്നും, പിന്നെ മെർലി പോണ്ടി അതുപോലെ മാർസൽ മോസ് തുടങ്ങിയ ആളുകളിൽ നിന്ന്. പിന്നെ മറ്റൊരു സ്വാധീനം കാൾ മാർക്സ് ആണ്. കാൾ മാർക്സിന്റെ സോഷ്യൽ റിലേഷൻസ്, especially the objective relationship, attracted him. He was fascinated by his theory of അദ്ദേഹം കാൾ മാർക്സിനെ ഒരുപാട് ഇപ്പം അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച് വളരെയധികം ആകൃഷ്ടനാകുകയൊക്കെ ചെയ്ത, വളരെയധികം ഫാസിനേറ്റഡ് ആകുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഹി എസ്പെഷ്യലി കമാൻഡ് എക്കോണമി, കോൺസെപ്റ്റ്സ് ലൈക്ക് കമാൻഡ് എക്കോണമി ആൻഡ് ഫ്രീ മാർക്കറ്റ് എക്കോണമി of Karl Marx. Command economy നമുക്കറിയാലോ, ഒരു governmental control ഉള്ള ഒരു എക്കോണമിയാണ്. Governmental rules and regulations play a very important role where they maintain and control economy. Whereas a free market economy is quite different from that, where it is a characteristic feature of any capitalist society where importance is given to proliferation of profits. ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ കമാൻഡ് എക്കോണമിയിൽ നിന്നൊക്കെ പതുക്കെ മിക്സഡ് എക്കോണമിയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്, ചൈനയെ പോലെയൊക്കെ. അപ്പൊ ഇദ്ദേഹം ഈ എക്കോണമിയും മാത്രമല്ല സാമൂഹ്യ ബന്ധങ്ങളും വളരെയധികം ഇദ്ദേഹത്തെ, ഈ കാൾ മാർക്സിന്റെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊരു സ്വാധീനം ഇദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നമുക്ക് കാണാവുന്നത് മാക്സ് വെബർ. he was a German sociologist. ഇദ്ദേഹവും വളരെ രസകരമായിട്ട് അദ്ദേഹം ഈ ബ്യൂറോക്രസി തിയറി എന്ന് പറയുന്ന തിയറിയുടെ ഒക്കെ ആളാണ് അദ്ദേഹം. He propounded his very famous bureaucracy theory, which says that bureaucracy was the most effective way of setting up organizations in performing tasks. And അദ്ദേഹത്തിന്റെ ഈ കോൺസെപ്റ്റ് ഓഫ് സിംബോളിക് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉടനീളം ബോധ്യയിലും നമുക്ക് കാണാം. Symbolic power, symbolic violence, etc. These concepts were influenced. Actually, these ideas he actually has taken from Weber. We will be talking about capital, habitus, cultural reproduction, field of location, symbolic violence. These are the terms that we are going to discuss now. Capital, if you look at capital, നമുക്കറിയാം മൂലധനം അല്ലെ, ക്യാപിറ്റൽ മുതൽ അല്ലെങ്കിൽ മൂലധനം എന്നൊക്കെ പറയുന്ന കാര്യം. എന്താ പറയുന്നത്, capital has three principal species, namely cultural capital,
social capital and economic capital. Economic capital നമുക്ക് സുപരിചിതമായിട്ടുള്ളതാണ് സാമ്പത്തിക മൂലധനം. സോഷ്യൽ ക്യാപിറ്റൽ സാമൂഹ്യ മൂലധനവും കൾച്ചറൽ ക്യാപിറ്റൽ സാംസ്കാരിക മൂലധനവും എന്നറിയപ്പെടും. ഇതിന്റെ മറ്റൊരു we'll be discussing all this in detail. Habitus, cultural reproduction, field of location. Field എന്ന് ഉദ്ദേശിക്കുന്ന മേഖല എന്ന സെൻസിലാണ്. Symbolic violence is പ്രതീകാത്മക ഹിംസ. കൾച്ചറൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാമല്ലോ, സാംസ്കാരിക പുനരുൽപാദനം അല്ലെങ്കിൽ പുനരുൽപാദനം. അതെ. ഇനി ക്യാപിറ്റലിനെ എടുക്കാം. Let us discuss about capital in detail. Why did he propound this theory of capital? Number one, question number one is this. In order to explicate the theory, what are the important causes or factors that involve in social stratification? That is primarily where he discusses about capital. എന്താണ് ഈ capital? Capital എന്ന് പറയുന്നത്, capital is assets put to productive use. നേരത്തെ പറഞ്ഞ മുതൽ അല്ലെങ്കിൽ മൂലധനം, ആ മൂലം അല്ലെങ്കിൽ എന്താ പറയാ, പ്രൈമറി ആയിട്ട് നമ്മൾ പറയുന്ന മുതൽ അല്ലെങ്കിൽ ആസറ്റിന് നമ്മൾ മലയാളത്തിൽ ആസ്തി എന്നല്ലേ പറയുന്നത്, ആസ്തി അല്ലെ. അപ്പൊ എന്തൊക്കെ ആസ്തികൾ നമ്മളുണ്ട് അത് പ്രൊഡക്റ്റീവായ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അത് ക്യാപിറ്റലായി മാറും. അതിന് 3 തരത്തിലുണ്ട്: എക്കണോമിക്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ. നേരത്തെ പറഞ്ഞു എക്കണോമിക് നമുക്കറിയാം, it comes as the opposite field of cultural capital. കൾച്ചറൽ ക്യാപിറ്റലിന്റെ നേരെ വിപരീത ദിശയിൽ വരുന്നതാണ് എക്കണോമിക് ക്യാപിറ്റൽ. കൾച്ചറൽ ക്യാപിറ്റൽ എന്നാൽ assets of a person used to mobilize cultural authority. ഒരാളുടെ assets of a person that are used to mobilize cultural authority. എന്തെല്ലാം ഇതിൽ വരുന്നു അതെല്ലാം കൾച്ചറൽ ക്യാപിറ്റലിൽ വരുന്നു. അദ്ദേഹം വീണ്ടും അതിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കൾച്ചറൽ ക്യാപിറ്റൽ is again divided into 3: embodied capital, objective capital and institutionalized capital. എല്ലാം കൾച്ചറൽ ക്യാപിറ്റലിന്റെ ഭാഗമായി വരുന്നു. എന്താണ് ഈ embodied capital? Embodied capital is the knowledge that is consciously acquired. Knowledge that is consciously acquired and passively inherited. Passively inherited from the predecessors, from the elders. ഇത് രണ്ടും വരുന്നതാണ് എംബോഡിഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേസമയം ഒബ്ജക്റ്റീവ് ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റലിന്റെ മറ്റൊരു സബ് കാറ്റഗറിയായ ഒബ്ജക്റ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് എ പേഴ്സൺസ് പ്രോപ്പർട്ടി that can be transmitted for economic profit. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സ്ഥാവരജംഗമ എല്ലാം ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ക്യാപിറ്റലിൽ വരുന്നു. അടുത്തതാണ് പ്രധാനപ്പെട്ട മറ്റൊന്ന് സോഷ്യൽ ക്യാപിറ്റൽ. What do you mean by social capital? Social capital refers to a sum of the resources gained through social network of relationships. ഇവിടെയാണ് സാമൂഹിക ബന്ധങ്ങൾ അതിലൂടെ നേടുന്ന ഈ പറയുന്ന ക്യാപിറ്റൽ, അതിനെയാണ് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഗിവൺ an example here. Families, take the case of families. Families, they pass on their accumulated cultural capital to their children. ആണല്ലോ, families, they pass on their accumulated cultural capital. We inherit it from our parents. We in turn pass on this to our children. They will in turn pass on to their children. So over a period of time, such families gain cultural currency. പതുക്കെ അവര് cultural currency gain ചെയ്യുന്നു. പതുക്കെ it will help them to have an edge over others. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ I'll give you an example. Like take the case of our classroom situation. If we have 40 students in our class, 40 of them coming from different social backgrounds with different social capital. ഒരാളുടെ സോഷ്യൽ ക്യാപിറ്റൽ അയാളുടെ കൾച്ചറൽ ക്യാപിറ്റലിന്റെ ആകെത്തുകയാണ്. അയാളുടെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് which he gains from his parents, from his society
from his institution. ഞാൻ നേരത്തെ പറഞ്ഞതിൽ മൂന്നാമത്തത് പറഞ്ഞില്ല, ഞാനത് മറന്നുപോയതാണ്. Cultural capital പറഞ്ഞപ്പോൾ I forgot to mention about the third one. That is, first one I mentioned about embodied capital, objective capital also I mentioned. I didn't mention about institutionalized capital. അങ്ങനെ ഒരു capital ഉണ്ട്. എന്താണത്? It actually comprises of, എന്താണ്, one second. So whatever capital that one gains from the institution, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഗെയിൻ ചെയ്യുന്ന ക്യാപിറ്റൽ? നമ്മുടെ അക്കാഡമിക് റെലമിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് അക്കാഡമിക് റെലം, capital from academic credentials. Your academic credentials come under this capital, institutionalized capital. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ. സോഷ്യൽ ക്യാപിറ്റൽ is gained through your network of social relations plus a cultural capital that you have earned, that you have inherited from your parents, that you have inherited, that you have got from your institutions, whatever kind of institutions be that. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലാസ് റൂമിൽ, ഇങ്ങനെയുള്ള 40 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ നമ്മൾ, വളരെ രസകരമാണത്, ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഒരേ അളവുകോൽ വെച്ച് കുട്ടികളെ അളക്കും. So this could be the reason for the differences in academic achievement. There are differences in social capital and cultural capital could be the reason for the differences in academic achievement for children belonging to different social class. And unfortunately, we evaluate them using one single criteria. That is unfortunate. ഇനി ഇങ്ങനെയുള്ള ഈ അട്രിബ്യൂട്ട്, നമ്മൾ ഇങ്ങനെ ഏതൊക്കെ കഴിവുകൾ, പല പല കഴിവുകൾ, പല പല ഈ പറഞ്ഞ ക്യാപിറ്റലുകളിൽ ചിലതിനൊക്കെ എക്സലന്റ് ആയിട്ട് കണക്കാക്കുന്നു. attributes that seem excellent are often shaped by the interests of the dominating class. അത് എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഇത് അക്കാഡമിക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, സോഷ്യൽ ക്യാപിറ്റലിന്റെ കാര്യത്തിലും, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഈ ഒരു domination, interest of the dominating classes, is rather, that is what is circulated all over. That is what is, that you find everywhere, which unfortunately the dominated also accepts. അതൊരു ഡൊമിനേറ്റഡും ഡൊമിനേറ്ററും എന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഈ ഡൊമിനേറ്ററിന്റെ ഇൻട്രസ്റ്റും ഡൊമിനേറ്ററിന്റെ താല്പര്യങ്ങളുമാണ് അറിയാതെയെങ്കിലും ഈ ഡൊമിനേറ്റഡ് എന്ന് പറയുന്ന വിഭാഗം ആക്സെപ്റ്റ് ചെയ്യുന്നതും ലെജിറ്റിമൈസ് ചെയ്യുന്നതും നാച്ചുറലൈസ് ചെയ്യുന്നതും. ഇത് ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത്. ദിസ് ഇസ് ദ സെയിം വിത്ത് ദ കേസ് ഓഫ് ടേസ്റ്റ് ഇൻ ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ഇസ് ഓൾസോ ലൈക്ക് ക്യാപിറ്റൽ. ഫുഡ് ഹാബിറ്റ്സ് ഇസ് ഓൾസോ ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്ലാസ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ പോകുന്ന റെസ്റ്റോറൻറ്റ്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ, ഇതെല്ലാം നിങ്ങളുടെ ക്ലാസ്സിനെ നിർണ്ണയിക്കുന്നു എന്നാണ് ബോധ്യ പറയുന്നത്. ഇത് അദ്ദേഹം പറയുന്നത് ഈ പുസ്തകത്തിലാണ്. This was the book that I was talking to you earlier. Distinction, a social critique of the judgment of taste. This was published in 1979. Again, this is based on empirical research. What are his findings in the book? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണിത്. Those who possess high cultural capital determine what constitutes taste within society. അവരാണ് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിക്കുന്ന ആ രുചികൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. And the people with lower capital, those with lower capital accept this taste. ഈ രുചിഭേദങ്ങൾ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു, ലെജിറ്റിമൈസ് ചെയ്യുന്നു, ന്യൂട്രലൈസ് ചെയ്യുന്നു, നാച്ചുറലൈസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ രുചിയായിട്ട് അത് മാറുന്നു. അപ്പൊ അതാണ് താഴത്ത് എഴുതിയിരിക്കുന്നത്. By doing this, they accept the lower capital, people who belong to the lower capital or who has the lower capital accept existing restrictions. So here what you should understand is taste functions as a social or a sense of one's place of belonging. Taste gives you a sense of your belonging. അദ്ദേഹം ടേസ്റ്റിനെ കുറിച്ച് മാത്രം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് നമ്മൾ വീണ്ടും പറയുന്നത് മാത്രമല്ല,
So your culinary delights, whatever kind of gourmet you are, your culinary delights definitely show your class. മാത്രമല്ല നിങ്ങൾ സമൂഹ ആ ഒരു സോഷ്യൽ ഹൈറാർക്കിയിൽ എവിടെ ബിലോങ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ഇത് കാണിക്കുന്നത്. It also takes people towards practices which befit the occupants of that position that they enjoy in the society. അത് മാത്രം അവരുടെ പൊസിഷൻ മാത്രമല്ല, it also shows practices. ഇവർ തുടർന്നു വരുന്ന ഈ രീതികളിലേക്ക്, ഭക്ഷണ രീതികളിലേക്ക്, ഭക്ഷണം ഉണ്ടാക്കുന്ന രീതികളിലേക്ക് രുചിയുടെ ഡെഫിനിഷനുകളൊക്കെ മാറി മറിയുന്നു ഇത് പ്രകാരം. സോ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? We accept the cognitive structures of the high capital and we internalize it. This is what happens here. അപ്പോൾ ഒരു ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നയാൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റിന്, ഇഫ് ഹി ഈസ് vying for a different taste, certain kind of food is acceptable, certain kind of food is not acceptable in society. What are the food that are not commonly acceptable in society? അത് ഡൊമിനേറ്റർ ക്ലാസ്സിൽ പെടുന്ന ആളുകളുടെ ടേസ്റ്റ് ഹാബിറ്റ്സുമായിട്ട് അത് മാച്ച് ആകുന്നില്ല എങ്കിൽ ആ ഭക്ഷണം റിജക്ട് ചെയ്യപ്പെടുന്നു, ആ ടേസ്റ്റ് റിജക്ട് ചെയ്യപ്പെടുന്നു. ഇത് എപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രാക്ടീസസിന്റെ കാര്യത്തിൽ, ബിലീഫ്സിന്റെ കാര്യത്തിലൊക്കെ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. So class distinction is manifested in every choice you make in daily life. Your furniture, your clothing, what you cook, what you eat. For instance, I have given an example here. Convivial indulgences carrying the classes edukam, lower class and high class. High class ennu njan udheshikkunnathu capital ne udheshittannu parayunnathu. Convivial indulgence is characteristic of lower class. What do you understand by convivial indulgence? Anyojamaya ahladam. Adhe paadullu. അനുയോജ്യമായ ആഹ്ലാദങ്ങളിൽ ഇൻഡൾജ് ചെയ്യാം, which is characteristic of lower class, whereas the ethic of sobriety for the sake of slimness, sobriety എന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത് ശാന്തത, ethic in the sense നൈതികമായിട്ടുള്ള ഒരു ശാന്തതയാണ്, which is actually a necessity for keeping your body fit. You know, these days we have a craze for, especially people of high capital, higher capital have a craze for zero size figure or six-pack abs. So there is a craze for that, and for that they are ready to go to any extent. അപ്പോൾ അതിനെയാണ് ആ എത്തിക് ഓഫ് സൊബ്രൈറ്റി കൊണ്ടത് ഒരു ശാന്തത. മറ്റവരിൽ നിന്ന് മറ്റത് they indulge. There is a convivial indulgence as far as the lower class is concerned. ഇവരങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു ബൈനറി ഓഫ് ലക്ഷറി ആൻഡ് നെസസിറ്റി ഇൻഡീഡ് റിവീൽസ് എ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ. അടുത്തത് സിംബോളിക് ക്യാപിറ്റൽ. ഇങ്ങനെ ഒരു ക്യാപിറ്റൽ കൂടി ഉണ്ട് എന്ന് ബോധ്യു പറയുന്നു. അപ്പാർട്ട് ഫ്രം ദ 3 capitals, this is another one. This is a crucial source of power according to Bourdieu. ഇത് ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാക്സ് വെബറിന്റെ കാര്യം പറഞ്ഞല്ലോ. മറ്റൊന്ന് ഇദ്ദേഹത്തെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ച വേറെ 2 പേര് കൂടിയുണ്ട്. അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഈ സിംബോളിക് എന്ന ഒരു symbolic capital. The concept of symbolic capital is based on the theory of conspicuous consumption, which was expounded by Marcel Mauss. Marcel Mauss is a French sociologist aya Marcel Mauss, American economist aya Veblen. These are the 2 gentlemen who influenced Bourdieu in bringing out this concept of, or theorizing cultural capital. ഈ മാർസൽ മോസ് എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം എമിലി ദുർഖെയിമിന്റെ നെവ്യൂ ആണ്. ദുർഖെയിമിനെ നിങ്ങൾക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. അദ്ദേഹം ഹീസ് കൺസിഡർഡ് ആസ് ദി ആർക്കിടെക്ട് ഓഫ് മോഡേൺ സോഷ്യൽ സയൻസസ്, who established sociology എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ അത്രയും ഒരു ഹൈ പ്രൊഫൈൽ. സോ ഈ മാർസൽ മോസിന്റെ കോൺസെപ്റ്റ് ഓഫ് കൺസ്പീക്വസ് കൺസംപ്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രകടമായ ഉപഭോഗം. ഈ പ്രകടമായ ഉപഭോഗം എപ്പോഴാണ് ആവശ്യമായി വരുന്നത്, ആർക്കാണ് ആവശ്യമായി വരുന്നത്?
ഈ പ്രകടമായ ഉപഭോഗം എന്ന കോൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ഈ മാസൽമോസ് ആൻഡ് വെബ്ലിന്റെ കോൺസെപ്റ്റിൽ നിന്ന് വരുന്നതാണ്. ഇതില് ഇദ്ദേഹം പറയുന്ന ഈ പ്രകടമായ ഉപഭോഗം സാധാരണഗതിയിൽ it comes from people who are vying for symbolic capital. ഈ symbolic capital എല്ലാവർക്കും കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിന്റെ ഒരു കാരണം it has something to do with prestige, honor, recognition. It refers to the resources available to an individual on the basis of prestige, honor, and recognition. It refers to the resources available to an individual on the basis of prestige, honor, recognition. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് ഈ പറഞ്ഞ പ്രകടമായ ഉപഭോഗത്തിന്റെ ഉപഭോക്താക്കൾ. അവരെന്ത് ചെയ്യും? അവർക്കിത് ഇങ്ങനെ they splurge money, they lavishly, recklessly spend money. മാത്രമല്ല, they recklessly spend, they recklessly and they force others into their shadow. പ്രത്യേകിച്ച് മാസൽമോസ് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്, നോവ്യൂ റിച്ച്, പുതുപ്പണക്കാർ. നോവ്യൂ റിച്ച് എന്നാണ് പറയുന്നത്. പുതുപ്പണക്കാരുടെ അവർക്ക് പണമുണ്ട്, പക്ഷേ എന്റെ പ്രസ്റ്റീജ് ഇല്ല സമൂഹത്തിൽ ഒരു ഓണർ ഇല്ല, റെക്കഗ്നീഷൻ ഇല്ല. അപ്പൊ ഇതാണ് വഴി. ഇങ്ങനെയാണ് അവർ അക്വയർ ചെയ്യുന്നത്. ഇത് ഒന്ന്. പിന്നെ ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ, ഇറ്റ്സ് എ വാല്യൂ ദാറ്റ് വൺ ഹോൾഡ്സ് വിത്തിൻ എ കൾച്ചർ. ഫോർ എക്സാമ്പിൾ, എ വാർ ഹീറോ. ഐ ഹാവ് ഗിവൻ ഹിയർ an example of war hero as a symbolic capital. War hero can be if he is contesting for an election, definitely his being on the battlefield definitely adds to his assets, definitely adds to his symbolic capital, because he has already proven his patriotic, his idealism. He's already proven that by participating in a war. So his value, his symbolic capital is high. As in the case of certain landmarks compared to buildings, certain, why are certain buildings or certain areas considered as landmarks? Because they have high symbolic capital compared to the rest of the buildings or rest of the area. Now, ini nammal adutha concept like povana, origin of habitus. Adinu munpu nammal habitus endanennu paranjittu origin of habitus like pogam. Habitus is socially ingrained habits and skills, and such habits shared by people with similar backgrounds such as religion, ethnicity, social class, nationality, education, profession, etc. പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സോ വെറും ഹാബിറ്റ്സ് അല്ല, ഇറ്റ്സ് നോട്ട് മിയർ ഹാബിറ്റ്. ഇത് എങ്ങനെയുള്ള ഹാബിറ്റ് ആണ്? സോഷ്യലി ഇൻഗ്രെയിൻഡ് ഹാബിറ്റ്സ് വിച്ച് ആർ ഷെയർഡ് ബൈ പീപ്പിൾ വിത്ത് സിമിലർ ബാക്ക്ഗ്രൗണ്ട്സ്. മതപരമായത്, എത്നിക് ആയിട്ടുള്ളത്, സോഷ്യൽ ക്ലാസ്, അല്ലെങ്കിൽ ഒരേ നാഷണാലിറ്റി വരുന്നത്, ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളത്, ഒരേ എഡ്യൂക്കേഷൻ ഒരേ പ്രൊഫഷണൽ ഉള്ളവർ. അപ്പൊ നമ്മൾ ആസ് എൻ അക്കാഡമിക് ഗ്രൂപ്പ് വി ഷെയർ എ സിമിലർ ഹാബിറ്റസ്. We share similar because we have the socially ingrained habits within us that we all share. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത് എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്? ത്രൂ ഇമിറ്റേഷൻ അല്ലെങ്കിൽ മിമെസിസിലൂടെയാണ് ഇത്തരത്തിലുള്ള എങ്ങനെയാണ് ഇത് നടക്കുന്നത് നമ്മൾ ഇനി വിശദമായിട്ട് നോക്കും. അതിനു മുമ്പ് we have to discuss about the origin of habitus. ഈ മൂന്ന് പേരിലേക്ക് പോകാതെ തരമില്ല. He took his cue from, Bourdieu took his cue from Aristotle, from Marcel Mauss, who was a French sociologist, നമ്മൾ already കണ്ടു കഴിഞ്ഞു, and Maurice Merleau-Ponty. ഇദ്ദേഹവും ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്. ഇത് പ്രത്യേകിച്ച് പറയാൻ ഒരു കാരണം, ഈ അരിസ്റ്റോട്ടലിന്റെ പേര് ഇവിടെ വരാൻ കാരണം, Bourdieu took a cue of ഹെക്സസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫാക്ടർ ഈ ഹാബിറ്റസിൽ വരുന്നുണ്ട്. എന്താണ് ഈ ഹെക്സസ് is actually related to body. Body is the source of all knowledge. Body is the site of contestations and confrontations. It is where everything takes place. So ഈ ഐഡിയ അദ്ദേഹത്തിന് കിട്ടുന്നത് അരിസ്റ്റോട്ടലിൽ നിന്നാണ്. ഇതേ ഐഡിയ തന്നെ മാർസൽ മോസ് അദ്ദേഹത്തിന്റെ
വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വളരെ വിശദമായിട്ട്, സോറി, മോറിസ് പോണ്ടിയാണ് ആ ബുക്ക് എഴുതിയത്. അദ്ദേഹത്തിന്റെ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ബോഡി ആസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് നോയിങ് ദ വേൾഡ്, കോൺട്രാസ്റ്റിംഗ് ടു ഈഗോ കൊഗിറ്റോ ഓർ കോൺഷ്യസ്നെസ് ആസ് ദ സോഴ്സ് ഓഫ് നോളജ്. കോൺഷ്യസ്നെസ് ആണ് എല്ലാ അറിവിന്റെയും സോഴ്സ് എന്ന പതിവ് വെസ്റ്റേൺ ഐഡിയലിസ്റ്റ് നോഷനിൽ നിന്ന് മാറി, അല്ല, ശരീരമാണ്, ബോഡി ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് നോയിങ് ദ നോളജ്, നോയിങ് ദ വേൾഡ് എന്ന് പറയുന്നത് മെർലി പോണ്ടിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, വിസിബിൾ and the invisible, discusses a lot about this, in which he discusses about a particular concept. This is it, ontology of the flesh of the body. Appada അദ്ദേഹം ആ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ontology of the flesh of the body, where he writes profusely about the flesh of the body. അവിടെ ഫ്ലഷ് എന്നുള്ളത് സിംബോളിക് ആയിട്ടാണ്. അവിടെ ഫ്ലഷ് എന്നുള്ളത് അദ്ദേഹം വളരെ ബോഡിയുമായിട്ട് ചേർത്ത് വായിക്കുന്ന ഒരു ഇതാണ്. ഈ കോൺസെപ്റ്റും ബോഡിയു എടുത്തിട്ടുണ്ട്. ബോഡിയു used habitus to address the sociological problem of agency and structure. ഇതിനാണ് അദ്ദേഹം ഹാബിറ്റസ് എന്ന കോൺസെപ്റ്റ് തന്നെ ഉപയോഗിച്ചത്, sociological problem of agency and structure. Now, what do you understand by agency? Agency is individual's capacity to act individually according to one's free will and to make free choices. This is a very complicated term, agency. In feminism also, this is a very complicated term. So, ഈ ഏജൻസിയിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ ഏജൻസി ഉള്ള അല്ലെങ്കിൽ ഏജൻസി ഉണ്ട്, കർത്തൃത്വം എന്നാണ് കേട്ടോ അതിന് മലയാളത്തിൽ പറയുന്നത്, കർത്തൃത്വം. ഈ അങ്ങനെയുള്ള ആളുകൾ അവർക്ക് സ്വന്തമായിട്ട് വിൽ പവർ ഉണ്ട്, വിത്ത് ആൻ ഓൾ എൻകോംപസിംഗ് കോൺഷ്യസ്നെസ്. ദേ റിയാക്ട് ടു സിറ്റുവേഷൻസ് അക്കോർഡിംഗ് ടു ദിയർ ഫ്രീ വിൽ, ഔട്ട് ഓഫ് ദ ചോയ്സസ് ദേ ഹാവ് ദേ റിയാക്ട്. പക്ഷേ അങ്ങനെ റിയാക്ട് ചെയ്യും, agency is individual's capacity to act individually and to make free choices. So by doing this, social actor, in sociology നമ്മൾ ഇൻഡിവിജ്വലിനെ സോഷ്യൽ ആക്ടർ എന്നും സോഷ്യൽ ഏജന്റും എന്നൊക്കെയാണ്, because they are actively a participant in this process, so they are called social actor or social agent. When they participate in the process, what happens is they reflect and reproduce social structures. ഈ ഏജൻസി ഉള്ള ആളുകൾ, they reflect and reproduce social structures. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സ്? സോഷ്യൽ ക്ലാസ്, റിലിജിയൻ, ജെൻഡർ, എത്നിസിറ്റി are few examples. But what is interesting here is these are the very same social structures that limit agency. Religion eduthalum, gender eduthalum, ability, we are all for the discourses of able bodies. We talk about able bodies and marginalize disabled bodies. Appo idinte limit cheyyunnadum ee same social structures thaneyanu. What are the factors that determine agency? Cognitive belief structures and individual forms through experiences, perception. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഏജൻസിയെ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കോഗ്നിറ്റീവ് ബിലീഫ് സ്ട്രക്ചേഴ്സ് ഓഫ് കോഗ്നിറ്റീവ് ഇൻ ദ സെൻസ് എന്താണ്, ധാരണാനിഷ്ഠമായിട്ടുള്ള ചില വിശ്വാസം അല്ലെങ്കിൽ ചില വിശ്വാസ ഘടനകൾ, ബിലീഫ് സ്ട്രക്ചേഴ്സ് ഒരു ആള് ഫോം ചെയ്യുന്നത് അയാളുടെ അനുഭവങ്ങളിലൂടെ, കാഴ്ചപ്പാടിലൂടെ അയാൾ ഫോം ചെയ്യുന്ന ചില ധാരണകൾ, അതൊരു ഫാക്ടറാണ് that determine agency. Another major factor is perceptions of the society. So these are the two factors that determine agency. Now this slide we have already seen. And I have already mentioned about this, that habitus is not a mere habit. It allows individuals to... ഞാൻ നേരത്തെ പറഞ്ഞ ഈ habitus consists of hexes
and mental habits, perceptions and feelings. Hexes and the bodily aspect. Habits is രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് bodily, your postures, your accent, and this is actually influenced by Ponti's notion of ontology of the flesh of the world. Habit is primarily subjective. Subjective structures constitute the habitus of an individual. നമ്മൾ ഇൻഡിവിജ്വലിനെ സോഷ്യൽ ആക്ടർ എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അതിലെ പ്രധാന ഘടകമാണ് ഹെക്സിസ്. മറ്റതൊരു മാനസിക തലം. എക്സ്ക്യൂസ് മീ, ഐ നീഡ് ദിസ്. സോ ഒരു മാനസിക തലം ഇതിനുണ്ട്. രണ്ടാമത്തത്, Bourdieu criticized the importance given to economic factors. ഇനി കുറച്ച് ഫീൽഡ് എന്ന അടുത്ത ഫീൽഡ് അഥവാ മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ബോർഡിയെ കുറിച്ച് പറയാം. Bourdieu criticized the importance given to economic factors in the analysis of social order. എക്കണോമിക് ഫാക്ടേഴ്സ് കൊണ്ടല്ല സാമൂഹിക അല്ലെങ്കിൽ സോഷ്യൽ ഓർഡറിനെ സോഷ്യൽ ഓർഡറിനെ അളക്കേണ്ടതെന്ന് അദ്ദേഹം ആദ്യം മുതലേ പറഞ്ഞിരുന്നു. ഇൻസ്റ്റെഡ് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹൗ ദി ഡോമിനേറ്റേഴ്സ് ഇമ്പോസ് ദിയർ കൾച്ചറൽ റിപ്രൊഡക്ഷൻ യൂസിങ് സിംബോളിക് പവർ. Dominators impose their cultural reproduction. Cultural reproduction, samskarika punarulpadanam, a social process in which culture is reproduced across generations through symbolic power. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കമാൻഡ് എക്കോണമിയെ കുറിച്ചുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. വളരെയധികം മാർക്സിയൻ സ്വാധീനം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ സോഷ്യൽ ഓർഡറിനെ അളക്കാൻ സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തിക എക്കണോമിക് ഫാക്ടറുകൾ പറ്റില്ല എന്ന് അദ്ദേഹം ആദ്യമേ തന്നെ വിശ്വസിച്ചിരുന്നു. ഇനി എന്താണ് സിംബോളിക് പവർ? ബിക്കോസ് വി ഹാവ് ഓൾറെഡി മെൻഷൻഡ് അബൌട്ട് സിംബോളിക് പവർ ഹിയർ, that used by the dominators. Symbolic power, it refers to the unconscious modes of cultural and social domination occurring in everyday social habits of people. It is unconscious, and it is എന്താണ് ഒരു പ്രതീകാത്മക ശക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത് ഇവിടെ രണ്ട് കാറ്റഗറി ഉണ്ട്, ഡൊമിനേറ്റർ ആൻഡ് ദ ഡൊമിനേറ്റഡ്. Dominator has greater social power. Dominated is the one who is suppressed, and the dominated accept the cultural domination, maybe sometimes unconsciously, sometimes consciously. ചില ഘട്ടങ്ങളിൽ രണ്ടുപേരും അവെയറാണ് ഇത്തരം ഒരു ആധിപത്യത്തെ അല്ലെങ്കിൽ ഇത്തരം ഒരു ശക്തിയെ കുറിച്ച്. രണ്ടു കൂട്ടരും അവെയർ ആയിക്കൊണ്ടിരുന്നത്. ബോത്ത് ആർ അവെയർ ഓഫ് ദ ഡൊമിനേഷൻ വിച്ച് ഈസ് അൺകോൺഷ്യസ്ലി ഡൺ. സോ ഇത് it actually accounts for discipline and accounts for confirming an individual's place in social hierarchy through institutions like education. മറ്റൊന്ന്, ഇനി ബോർഡിയുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. അദ്ദേഹം he took a midway. രണ്ട് തരത്തിലാണ് ഈ സോഷ്യോളജി പഠനം പുരോഗമിക്കുന്നത് കാലാകാലങ്ങളായിട്ട്. അതിലൊന്ന് ഒരു സ്ട്രക്ചറൽ വേ ഓഫ് അനാലിസിസ്, മറ്റൊന്ന് എന്താണ്, ഒന്ന് structural analysis, and the other one is based on the ideas on body and action. ഈ body and action എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെക്സസ് ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഫിനോമിനോളജിയെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ടു സ്ട്രാൻഡ്സ് യു കെൻ സീ ഹിയർ. വൺ ഇസ് സ്ട്രക്ചറലിസ്റ്റ് സ്ട്രാൻഡ് ആൻഡ് ദി അതർ വൺ ഇസ് ഫിനോമിനോളജിക്കൽ സ്റ്റാൻഡ്. അതിന് അദ്ദേഹം ആശ്രയിച്ച് അദ്ദേഹം എടുത്ത് അല്ലെങ്കിൽ അദ്ദേഹം അതിന്റെ ബേസ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദർഖെയിമിലും മാസൽമോസിലും ലെവിസ്ട്രോസ്. ലെവിസ്ട്രോസ് വാസ് എ സ്ട്രക്ചറൽ ആന്ത്രോപോളജിസ്റ്റ്, ഫ്രഞ്ച് സ്ട്രക്ചറൽ ആന്ത്രോപോളജിസ്റ്റ്. പോണ്ടിയും ഹസറലും ആകട്ടെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, രണ്ടുപേരെയും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആൻഡ് ബോർഡിയു വാസ് ക്രിട്ടിക്കൽ ഓഫ് നിയോലിബറലിസം and Sartrean notion of total intellectual role played by a philosopher. Philosopher തത്വചിന്തകളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. He shouldn't be an empiricist. അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് he was against
in the latter half of his academic career, he became a public intellectual, about which he was not very happy, but he spoke vociferously against neoliberalism that was very much in at that point of time in France. He spoke vehemently against neoliberal discourses at that point of time. അദ്ദേഹം വിശ്വസിച്ചു. പിന്നെ മാത്രമല്ല, ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ്. സാർത്രിയൻ ടോട്ടൽ ഇന്റലക്ച്വൽ റോൾ എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്, he was critical of that a philosopher, a sociologist or an anthropologist should primarily base his studies on empirical knowledge. പിന്നെ മാത്രമല്ല, അദ്ദേഹം വിശ്വസിച്ചിരുന്നത് social actors can make big changes through collective struggles. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ വെയിറ്റ് ഓഫ് ദ വേൾഡ് എന്നൊരു പുസ്തകത്തെ കുറിച്ച് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ കൊളാബറേറ്റീവ് വർക്ക് by a team of sociologists. It's a collective effort. അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതിവാദം, constructionist view of social life entirely relied upon the idea of social actors making change through collective struggles. It is a collective effort. It is not an effort of one single man that you can bring into. ഇദ്ദേഹത്തിന് sociology ഒരു weapon കൂടിയായിരുന്നു to bring in change in society. And that's why I said he was not a man who was just an armchair philosopher. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ്, ഈ ഡിസ്പോസിഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ഹാബിറ്റസ് is a system of lasting dispositions. Now, if you look at social structures like politics, education, bureaucracy, science, all this engenders social relations through everyday practice. സാമൂഹിക ബന്ധങ്ങൾ ഉടലെടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഉടലെടുക്കുന്ന സാമൂഹിക ബന്ധങ്ങൾ പതുക്കെ പതുക്കെ develops a certain disposition. Disposition is defined as a quality of readiness to act in a specified way. Disposition ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു? Disposition ഉണ്ടാകേണ്ടത് ആരിലാണ്? ഏജന്റിൽ, സോഷ്യൽ ഏജന്റ് or social actor. So natural tendency of the individual to take on a specific position in any field, according to Bourdieu. അതായത് ഈ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്ടറിന് is a requirement to get established in a field. He has to develop certain dispositions. ഇങ്ങനെ ഫീൽഡ് എന്ന മേഖലയിലേക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓരോ മേഖലയ്ക്കും അനിവാര്യമായ ആവശ്യമായ ചില റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു സോഷ്യൽ ഏജന്റോ ആക്ടറോ ആയി അയാൾക്ക് ആ മേഖലയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായ സ്വഭാവ എന്താണ് പറയുക, ഒരു ക്രമീകരണം അയാളിൽ അനിവാര്യമായി വരുന്നു. സ്വഭാവ ക്രമീകരണം, അതിനെ നമുക്ക് ഡിസ്പൊസിഷൻ എന്ന് വിളിക്കാം. സോ ഡിസ്പൊസിഷൻ combined with other dispositions the individual develops constitute a system of disposition. ഇത്തരം സ്വഭാവ ക്രമീകരണങ്ങൾ ഒരു മേഖലയിൽ ഉണ്ട്. അത് when it combines with other dispositions, it results in a system of dispositions. അതിൽ നിന്നാണ് we are going to another field, another area of study, that is field. എന്താണ് field? This is a core concept of Bourdieu. It actually means a setting in which agents, social actors and their social positions are located. ഇപ്പോൾ നമ്മൾ ഇപ്പൊ ഇരിക്കുന്നത് ഒരു ഫീൽഡാണ്. നമ്മൾ ഇരിക്കുന്ന നമ്മളുടെ മേഖലയാണിത്. This is an academic discipline is a field. Market is a field. ഫീൽഡിനകത്ത് രണ്ട് തരം ആളുകളുണ്ട്. അതിൽ ഒന്ന് പ്രധാനമായിട്ട് the dominant players, the incumbent. Incumbent-നെ നമ്മൾ dominant player, the one who maintains the field, one who controls the field, one who has power over others. അപ്പൊ അത് ഇൻകംബന്റ്. അതിനകത്ത് മറ്റൊരു ഘടകമാണ് ഇൻസർജൻസ്. ഇൻസർജൻസി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇൻസർജൻസ് ആർ പീപ്പിൾ who wish to alter the field so that they can compete with incumbents. They are the rebels. They are the counter voices in a society. സാധാരണഗതിയിൽ നമ്മൾ we easily liquidate those voices, physically liquidate and exterminate such voices. Usually that happens, and that is something that is happening everywhere around these days. Insurgency. So in short, you can define field as a non-homogeneous socio-spatial site where agents or people or social actors struggle and maneuver.
ഇതിനകത്ത് ഇങ്ങനെ സ്ട്രഗിൾ ഉണ്ടാകുന്നതിന്റെ ഇങ്ങനെ naturally people struggle because there are various fields. It is primarily a heterogeneous space. It is not homogeneous. പല മേഖലകളുണ്ടല്ലോ. അപ്പൊ നാച്ചുറലി സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. ഇദ്ദേഹം ഈ ഒരു ആശയം മാർക്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കോൺഫ്ലിക്ട് തിയറി ഓഫ് മാർക്സ്, which he has propounded in Communist Manifesto. Conflict theory propounded by Marx states that society is in a state of perpetual conflict. എന്തുകൊണ്ട് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നു? ബിക്കോസ് the resources are so limited out there. So naturally there will be competition. So there is a competition for limited resources which will result in conflicts. അങ്ങനെയുള്ള സംഘർഷങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഷിനാസ് സാർ പറഞ്ഞതുപോലെ പവറിന്റെ പോസിറ്റീവ് എഫക്റ്റ് നമ്മൾ ഇവിടെ കാണും. സോഷ്യൽ ഓർഡർ ഇസ് മെയിൻറ്റെയിൻ ബൈ ഡൊമിനേഷൻ ആൻഡ് പവർ. ഇവിടെ പവർ പലപ്പോഴും ഇത്തരം സംഘർഷങ്ങളിൽ കൺസെൻസസ് ഒന്നും ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല, വർക്ക്ഔട്ട് ചെയ്യില്ല. കൺഫോമിറ്റി വോണ്ട് വർക്ക് ഔട്ട്, കൺസെൻസസ് വോണ്ട് വർക്ക് ഔട്ട്. ഇൻ സച്ച് കേസസ് power works. Social order is maintained by power and domination sometimes. Now, what are the factors that determine the position of social actor? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇൻഡിവിജ്വലിനെ സോഷ്യോളജിയിൽ പൊതുവായി നമ്മൾ സോഷ്യൽ ആക്ടർ എന്നോ സോഷ്യൽ ഏജന്റോ എന്നൊക്കെ പറയും. This is the factors that determine the position of social actor. Number one is habitus. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. Capital also we have already discussed. Economic, cultural, social capital. Excuse me. So fields, and one more thing I forgot to mention, the third important factor that determines the position of the actor is the specific rules of the field. So habitus, capital and rules of the field. ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ഫീൽഡ് മുന്നോട്ട് പോകുന്നത്, വർക്ക് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഘടകങ്ങളെല്ലാം ഒരു സോഷ്യൽ ആക്ടറെ സംബന്ധിച്ച് വളരെ അയാളുടെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫീൽഡ്സ് ഓൾസോ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. ഈ ഫീൽഡുകളെല്ലാം ഒരേ തലത്തിൽ അല്ലെങ്കിൽ ഒരേപോലെയല്ല, അതിന്റെ ഹൈറാർക്കിക്കലാണ്. ചില ഫീൽഡുകൾ പ്രൊമിനന്റ് ആണ്, ചിലതല്ല. Naturally, powerful fields dominate other fields. Complex societies will have more complex or more, more fields and more complex relations between fields. So actors, what do? They reproduce and legitimize social forms of domination. Arinyo ariyatho, this is what we keep on doing. നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടെന്നൊക്കെ വെറുതെ തോന്നുന്നതാണ്. ഫ്രീഡം ഓഫ് ചോയ്സ് ഒന്നും നമുക്ക് ഇല്ല ആക്ച്വലി. കാരണം നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം even in the case of artistic preferences, ഇത് ബോധ്യം തന്നെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. Artistic preferences, for example, different genres of music. If you look at music, there are different genres: rock, reggae, classical, traditional music, jazz, blues, ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രിഫറൻസസ് എപ്പോഴും ഈ ജാണറിന്റെ അകത്ത് നമ്മുടെ പ്രിഫറൻസ് വരുന്നത് ഇറ്റ് ഓൾവേസ് ടൈ ഇൻ വിത്ത് ദ സോഷ്യൽ പൊസിഷൻ ഓഫ് ദി ആക്ടർ ഓർ ദി ഏജന്റ്. അപ്പൊ എല്ലാവരും എല്ലാം പഠിക്കാൻ പോവില്ല, എല്ലാവരും എല്ലാം അതിലേക്ക് പോവില്ല. അതിനൊക്കെ ഒരു പ്രത്യേക ഘടനയും മറ്റുമൊക്കെ ഉണ്ട്. ഓക്കെ, സോ സോഷ്യോളജിസ്റ്റ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. How do they work? Either they look at the structural aspect or they look at the phenomenological aspect. Bourdieu actually took a middle ground based on both social structures. Now these are the two. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ കൾച്ചറൽ പ്രൊഡക്ഷനെ കുറിച്ച് അദ്ദേഹം എഴുതിയ 2 പുസ്തകങ്ങൾ. മനോജ് സർ, ആർ ദ സ്ലൈഡ്സ് കമ്മിങ്? സ്ലൈഡ്സ് കാണുന്നുണ്ടല്ലോ അല്ലേ? Yes, yes. Okay, sir, thank you. Yes. Okay, so 2 major works on cultural production. ഇത് രണ്ടും അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പുറത്താണ്, the field of cultural production. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണത്. അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്, സ്ലൈഡ്സ് ആക്കി. കൾച്ചറൽ പ്രൊഡക്ഷൻ, സാംസ്കാരിക ഉൽപാദനം നടക്കുന്നത് habitus, it is based on 3 factors. ഏതൊക്കെയാണ് ഈ 3 factors? Number 1 is habitus, നമ്മൾ കണ്ടു കഴിഞ്ഞു. Capital, അതും കണ്ടു. And field is the third one.
And ഇതിന് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് in the realm of culture he has included science also, he has included law, religion, art, everything, music, everything. പക്ഷേ ആ കൾച്ചറൽ പ്രൊഡക്ഷൻ എന്ന ആ ഒരു പുസ്തകത്തിൽ അദ്ദേഹം primarily he speaks about art and literature. അതിനകത്ത് വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, എങ്ങനെയാണ് ഈ ഇത് നടക്കുന്നത്, കൾച്ചറൽ പ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, how it is you know what do you call, how charismatic ideology of creation is preeminently found in art and literature. ഇതാണ് ഇതിന് ഒരു primary preoccupation എന്ന് പറയുന്നത്. ഇതാണ് charismatic ideology of creation, which takes us, or which actually is about എന്താണ് ഈ charismatic ideology of creation എന്ന് പറയുന്നത് വെച്ചാൽ the gaze towards the author. In crude terms, this is how it is defined: gaze towards the creator. We have this Western philosophy, Western theories and art and literature, all based on this particular gaze. How do it all goes till the creator, not beyond, not to the periphery. ഈ കർത്താവ് അഥവാ ക്രിയേറ്ററിനെ എങ്ങനെ ഉണ്ടാക്കി, who created the creator is never discussed anywhere. അങ്ങനെ കുറച്ച് ഇപ്പൊ ഫൂക്കോയെ പോലുള്ളവരൊക്കെയാണ് ഓഥർ എന്ന് പറയുന്നത് ഒരു ഓഥർ അല്ല, ഈസ് എ ഫങ്ഷണൽ പ്രിൻസിപ്പിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ചിന്തകൾ വളരെ കുറവാണ് വെസ്റ്റേൺ ഈ മേഖലയിൽ, സോഷ്യോളജിയിൽ പ്രത്യേകിച്ചും നമുക്ക് വളരെ കുറവാണ് അത്തരം ചിന്തകൾ. ഇറ്റ്സ് പ്രൈമറിലി വാല്യൂയിങ് ആൻഡ് ബാസ്കിംഗ് ഇൻ ദ ഗ്ലോറി ഓഫ് ദിസ് charismatic ideology of creation and creation only. ഓക്കെ, സോ ഇനി കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ടേംസിലേക്ക് നമ്മൾ പോവാണ്. ഒബ്ജക്റ്റീവ് സ്ട്രക്ചേഴ്സ്, ഫീൽഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫീൽഡ് ആക്ച്വലി പ്ലേസസ് സം റിക്വയർമെന്റ്സ് ഓൺ ഇറ്റ്സ് പാർട്ടിസിപ്പൻസ്. അതിൽ ഫീൽഡ് മേഖലയിൽ, ആ ഒരു സാമൂഹ്യ മേഖലയിൽ അതിന്റെ പാർട്ടിസിപ്പൻസ് ആർ റിക്വയർഡ് ടു ഹാവ് സം എന്താ അതിന് പറയുന്നത്, റിക്വയർമെന്റ്സ്, ആവശ്യകത, മെമ്പർഷിപ്പിന് അല്ലെങ്കിൽ അംഗമായിരിക്കാൻ, ആ മേഖലയിലെ ഒരു അംഗമായിരിക്കാൻ ഈ മേഖല ചിലത് ആക്ടറോട്, സോഷ്യൽ ആക്ടറോട് ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. ഈ മേഖല എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യുവർലി ഒബ്ജക്റ്റീവ്, ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റീവ്. പക്ഷെ ഈ ആവശ്യപ്പെടുന്ന ആൾ, ഏജന്റ് എന്ന് പറയുന്ന സോഷ്യൽ ഏജന്റ് ഹാസ് എ സബ്ജക്റ്റീവ് ഹാബിറ്റസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏജന്റ്സ് അബ്സോർബ് objective social structures into cognitive and somatic dispositions. Cognitive നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ധാരണാനിഷ്ഠമായിട്ടുള്ളത്. Somatic is a word that is related to the bodily. So agent absorbs these social structures, objective social structures, into their disposition. അങ്ങനെ വരുമ്പോൾ the subjective habitus എപ്പോഴും സബ്ജക്റ്റീവ് ആണ്. Habitus is subjective and structures are constantly അല്ലെങ്കിൽ എപ്പോഴും objective ആണ്. So the subjective habitus corresponds to or commensurate with the objective structures, which results in a kind of doxic relationship. ഈ term ബോധി ഉപയോഗിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. Doxic relationship. Doxic relationship is the result of this harmony between objective structures and subjective internal structures of the habitus. ഈ ഡോക്സിക് റിലേഷനെ പലപ്പോഴും ഡോക്സ എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ്. പോപ്പുലർ ബിലീഫ്, പോപ്പുലർ ഒപ്പീനിയൻ, പൊതുവായ പോപ്പുലർ ആയിട്ടുള്ള ബിലീഫ്സ്, ഒപ്പീനിയൻസ്, ഇതൊക്കെ ഡോക്സ എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇത് പലപ്പോഴും ടോക്സിക്കും ആകാറുണ്ട്. ടോക്സിക് can at times be toxic also. Doxa is a term that he outlines in the outline, he mentions in the outline of the theory of practice, which he published in 1972. So അതിനകത്ത് ധാരാളം it refers to the unquestionable truths which give individuals their sense of one's place. There is a grammatical error there. So it refers to society's unquestioned truths which give individuals their sense of one's place. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എന്താണ്, ചില ചോദ്യം ചെയ്യപ്പെടാനാകാത്ത തരത്തിലേക്ക് വളരുന്ന ചില സത്യങ്ങൾ അത് ചോദ്യം ചെയ്യാൻ പാടില്ല. സോ അത് അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുമ്പോഴാണ് അയാൾക്ക് അയാളുടെ ആ ചോദ്യം ചെയ്യപ്പെട്ട അയാൾ പുറത്തായി.
അയാൾ ആ മേഖലയിൽ നിന്നേ പുറത്താക്കപ്പെട്ടു. അപ്പൊ അയാൾക്ക് ആ മേഖലയിൽ ഇരിക്കണമെങ്കിൽ ഈ റിക്വയർമെന്റ്സ് എല്ലാം ഫോളോ ചെയ്യണം. സോ ഹി ഹാസ് ടു ബിലീവ് വാട്ട് സൊസൈറ്റി സേസ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഡോക്സ, ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് നാം കൊട്ടിഘോഷിക്കുന്ന പലതും ഈസ് എ റിസൾട്ട് ഓഫ് സോഷ്യലൈസേഷൻ. ഇത് ഇദ്ദേഹം വളരെ രസകരമായിട്ട് ടെറി ഈഗിൾട്ടനുമായിട്ടൊരു ഇന്റർവ്യൂവില് അദ്ദേഹം പറയുന്നുണ്ട്. ടെറി ഈഗിൾട്ടൺ അറിയാലോ, ടെറി ഈഗിൾട്ടന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഹി മെൻഷൻസ് അബൌട്ട് ദിസ്. എങ്ങനെയാണ് ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് എക്സാമ്പിൾ അതാണ്. ക്ലാസ് റൂം സിറ്റുവേഷനിൽ നമ്മൾ കുട്ടികളെ മികവ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ മികവ് എന്ന് പറയുന്നത് പലപ്പോഴും അക്കാഡമിക് മികവിലേക്ക് മാത്രമാണ് ഒരു അധ്യാപകനോ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളോ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? മികവ് എന്ന് പറയുന്ന ഇറ്റ് ക്യാൻ ബി എക്സലൻസ് ഇൻ കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഓൾസോ, ബട്ട് വി യൂഷ്വലി ടേക്ക് ദിസ് മികവ് അല്ലെങ്കിൽ എക്സലൻസ് ആസ് അക്കാഡമിക് എക്സലൻസ്. എന്നിട്ട് ആ എക്സലൻസ് ഉള്ളവരെ നമ്മൾ എക്സലന്റ് ആയിട്ട് ഗ്രേഡ് ചെയ്യുന്നു. അപ്പൊ ബാക്കിയുള്ളവരെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിട്ടും ബിയിലും സിയിലും ഡിയിലും ഒക്കെ ആയിട്ട് നമ്മൾ ആ ബി സി എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ശരിയല്ല, അല്ലെ? സോ ഇനി അടുത്തത്, ഈ ഹാബിറ്റസും ഫീൽഡും തമ്മിൽ രണ്ട്, ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എ ടു ഫോൾഡ് റിലേഷൻ. Field exists only when social agents possess dispositions. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. It's a repetition. Field exists only when social agents possess the dispositions that are necessary to constitute that field. ആ ഫീൽഡിന് ആവശ്യമായിട്ടുള്ള ഡിസ്പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. he should possess those dispositions that are necessary to constitute. ഇനി അയാൾ ആ ഫീൽഡിന്റെ ഭാഗമായി കഴിഞ്ഞാലോ, by becoming a part of the field, the social agents incorporate into their habitus the know-how, the mechanics that allow them to be a part of the field. അപ്പൊ അവരുടെ ഹാബിറ്റസിലേക്ക്, സ്ട്രക്ചറിന്റെ ഭാഗമായി കഴിഞ്ഞു അവര്. സോ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമായി കഴിഞ്ഞ അവര് what they do is they incorporate those notions, എന്തൊക്കെയാണ് the modalities of the way this particular field works, the know-how. എന്നാണ് ആ know-how എന്ന വേർഡ് ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തത്. that allows them to be a part of that field. അതുകൊണ്ടാണ് ഇതിന് ടു ഫോൾഡ് റിലേഷൻ എന്ന് പറയുന്നത്. It is 8:06. I'll stop now, but before that, let me tell you a little bit about reflexivity, because that is also part of our talk. So reflexive sociology, according to both you, deals with the way sociologists must conduct their research with continual vigilance. എങ്ങനെയാണ് ഈ വിജിലൻസ് സാധ്യമാകുന്നത്? Sociologists must be very, very careful, because research there is an element of subjectivity, and he is constantly dealing with objective social structures. അപ്പോൾ അദ്ദേഹം പറയുന്നത്, there is a you have to the researcher has to constantly reflect back upon his habitus. He has to constantly look back towards his habitus. ഈ habitus എവിടെയാണ്? It is a subjective kind. It is ingrained. It is within him. അത് ഇൻഗ്രെയിൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. It's a socially ingrained habit. അപ്പോൾ and he should know how likely the habitus distorts the objectivity. എപ്പോഴും ഈ സബ്ജക്ടിവിറ്റി കടന്നു വരാനുള്ള സാധ്യത. പ്രതിഫലനാത്മകത എന്നാണ് റിഫ്ലെക്സിവിറ്റിക്ക് മലയാളത്തിൽ പറയുന്നത്, പ്രതിഫലനാത്മകത. So sociologists must not attribute to the object of study the characteristics of the subject. ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി എങ്ങനെ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? If a scientist or an academic fails to do so, he would be unconsciously reproducing class prejudice. കാരണം ഇവരുടെ ഈ സോഷ്യോളജി റിക്വയേഴ്സ് എ സിസ്റ്റമാറ്റിസിറ്റി ഓഫ് ട്രെയിനിങ്, ഒരു വ്യവസ്ഥാവിധേയമായിട്ടുള്ള ഒരു കഠിന പരിശീലനം ഇത് ആവശ്യപ്പെടുന്നുണ്ട് വിഷയം. ഇദ്ദേഹം ഈ സബ്ജക്റ്റിനെ ഒരു സയൻസായിട്ട്, റിഗറസ് സയൻസ് ആയിട്ടാണ് കണ്ടിരുന്നത് കേട്ടോ. സോ ഈ സിസ്റ്റമാറ്റിസിറ്റി ഓഫ് ട്രെയിനിങ് എക്സ്പെക്ട്സ് ദ സെയിം സിസ്റ്റമാറ്റിസിറ്റി ഇൻ ദ സ്റ്റഡി ആസ് വെൽ. അപ്പോ the researcher must be conscious of it. So reflexivity, when you do this sort of what do you call vigilantism, there should be active vigilantism on the part of the researcher.
and prevent, what I'm saying, like it should always be there as a check, that to know that the subjectivity of the habitus shall not intrude into the realm of objective social structure. And the last part, symbolic violence, Pradigatmaga Hinsa. It tends to, concept. It tends to perpetuate the social structures of the dominant. Dominant in the social structure perpetuate through imposition of their norms. Imposition of what? Imposition of the norms of the dominant on subordinate groups. Dominator, dominated category, the dominator at times, or most of the time, uses symbolic violence, which has nothing to do with physical violence. It's a non-physical kind of violence. Okay, other non-physical violence. Either social domains domination, gender, nationality, ethnicity, so it is more powerful than physical violence. Physical violence powerful violence, it legitimizes the social order. So, and the dominated either accepting legitimizing adinte bhagamaകും. ഇനി അവസാനമായിട്ട് Bourdieu and language. അദ്ദേഹം എഴുതിയ പുസ്തകം 1991-ൽ, before he wrote his work on television that came out in 1996, I think. This is a book that came out in 1991, Language and Symbolic Power. ഈ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് ഭാഷ എങ്ങനെയാണ്, ഈ ഭാഷ വയലൻസ്, ഹൗ വയലൻസ് ഇസ് എംബഡഡ് ഇൻ ലാംഗ്വേജ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്. Bourdieu പറയുന്നു, language is not only a means of communication, it is also a mechanism of power. Okay, so most often symbolic violence is not deliberate. It is unconsciously done now. ഈ പറഞ്ഞ ഭാഷയിൽ embedded ആയിട്ടുള്ള violence ഒരു തരം symbolic violence ആണല്ലോ. It reinforces in a way the status quo of the dominant as the norm. So linguistic interactions are actually manifestations of the participant's position in a social space, and thus the participant reproduce objective social structures. Slavoj Zizek ഒരു അദ്ദേഹം ഒരു വയലൻസ് എന്നൊരു പുസ്തകം അദ്ദേഹം 2008 എഴുതിയിട്ടുണ്ട്. വയലൻസ്. It is, according to him, symbolic violence is located in the signification of language itself. ഭാഷയിൽ തന്നെ symbolic violence ഉണ്ടെന്നാണ്. It is embedded in language. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. I'm talking about Slavoj Zizek. I'm not talking about Bourdieu now. So അദ്ദേഹം വയലൻസ് എന്ന് പറയുന്നതിൽ 3 തരം വയലൻസുകളൊക്കെ ഈ പുസ്തകത്തിൽ ഐഡന്റിഫൈ ചെയ്തു. സബ്ജക്റ്റീവ് വയലൻസ്, ടെററിസം, അതുപോലെ ക്രൈംസ്, അത് ആ വിഭാഗത്തിൽപ്പെടുന്ന വയലൻസ്. പിന്നെ അതുപോലെ സിംബോളിക് വയലൻസ്, അദ്ദേഹവും സിംബോളിക് വയലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എംബഡഡ് ഇൻ ലാംഗ്വേജ്. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഇത് ഞാൻ കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ചില വാക്കുകൾ ഭാഷയിലെ വയലന്റ് വേർഡ്സ്, ഫോർ എക്സാമ്പിൾ സം നോർമേറ്റീവ് ഫ്രേസസ്, നമ്മൾ നോർമേറ്റീവ് എന്ന് പറയുന്ന ഒട്ടും പ്രകടമല്ല, യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പുറമേക്ക് തോന്നിക്കുന്ന ചില പദങ്ങൾ, ഫോർ എക്സാമ്പിൾ റൺ ലൈക്ക് എ ഗേൾ, സിറ്റ് ലൈക്ക് എ ഗേൾ, ലാഫ് ലൈക്ക് എ ഗേൾ. അപ്പോൾ ഇതിലൊക്കെ എന്തുമാത്രം, ഇതിനെയാണ് നമ്മൾ, ഇറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് സിംബോളിക് വയലൻസ്. ഓക്കെ, മറ്റൊന്ന് സിസക്ക് പറയുന്നത് systemic violence. Systemic violence is actually perpetuated by capitalist, political and economic arrangements. So, as a conclusion, Bourdieu exposed the unthought structures beneath the physical, somatic thought practices of social actors. So, this is what is unique about this man. So he actually spoke about the unspoken, the unsaid, the read between the lines. That's why I use that word, unthought structures beneath the physical thought practices, not beneath the mental thought practices, and not beneath the metaphysics of things like that. He's actually talking about the physical, the corporeal. And
For him, as I already mentioned, sociology was a means of confronting symbolic violence for him. Sociology as a means of confronting symbolic violence for him. So that is all. I hope whatever I discussed with you is clear to all of you. If there are any additions, any observations that you have, please share with me. Um, and thank you to all the listeners who listened to this patiently.